കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആ സ്ട്രക്ചറാണ് പറഞ്ഞത്. സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ പ്ലസ് ING ഫോം, നോൺ ഫൈനൈറ്റ് ING ഫോം അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ വെർബുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാകും, ക്രിയകൾ ഉണ്ടാകും. ഐ ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആമാണ്. ബാക്കി സിംഗുലർ സബ്ജക്റ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസാണ്. അതുപോലെ ബഹുവചന സബ്ജക്റ്റുകൾ വരുമ്പോൾ നമ്മൾ ആർ ഉപയോഗിക്കും. അപ്പോൾ ഐയുടെ കാര്യം ആം വരുന്നുണ്ട്. ഐക്ക് മാത്രമാണ് ആം. ഐ എന്ന സബ്ജക്റ്റ് വരുമ്പോൾ മാത്രമേ ആം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഐക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ആം. ബാക്കി സിംഗുലറിനോട് ഈസ ഉപയോഗിക്കും. പക്ഷെ ഒരു കാര്യം, ഒരു സെക്കൻഡ് പേഴ്സണൽ പ്രൊനൗണായ യു എന്ന 2 യു ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തതാണ്. പ്രസന്റ് സിമ്പിൾ പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാണ്, യു എന്നത് നമുക്ക് സിംഗുലർ സബ്ജക്റ്റിലും പ്ലൂറൽ സബ്ജക്റ്റിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ന് പറയുന്നത് യുവിൻ്റെ ബഹുവചന സബ്ജക്റ്റാണ്. നിങ്ങൾ പഠിക്കുകയാണ്, യു ആർ സ്റ്റഡി. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, യു ആർ സ്പീക്കിംഗ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്, യു ആർ ഈറ്റിംഗ്. അപ്പോൾ അവിടെ നിങ്ങളെന്ന് പറയുന്ന സബ്ജക്റ്റ് യു ആണ്. അത് ബഹുവചന ക്രിയയാണ്, ബഹുവചന സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ആറ് വെച്ചത്. ഇനി നീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കിക്കോ, യു എന്നത് അവിടെ സിംഗുലർ ആയിട്ടാണ് വന്നത് അല്ലേ, അതായത് യു നീ. പക്ഷേ അവിടെ യു എടുക്കുന്നത് ആർ എന്ന ഓക്സിലറി വെർബ് അല്ല. യു എന്ന സിംഗുലർ സബ്ജക്റ്റ് എടുക്കേണ്ടത് ശരിക്ക് ഈസാണ്. അതായത് നീ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ യു ഈസ് സ്റ്റഡിയിങ് ആണ് വരേണ്ടത്. പക്ഷെ അവിടെ എടുക്കുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റായ യു ആറിനെയാണ് എടുക്കുന്നത്. നോക്കിക്കോ, നീ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്, യു ആർ സ്റ്റഡി. നീ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ്, യു ആർ പ്ലേയിങ് ഫുട്ബോൾ. നീ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്, യു ആർ റൈറ്റിംഗ് പോയം. അപ്പോൾ ഈ ഒരു വ്യത്യാസം യുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. സിംഗുലർ സബ്ജക്റ്റായ യു എപ്പോഴും എടുക്കുന്നത് ബഹുവചന ക്രിയകളാണ്. അത് പ്രസന്റ് കണ്ടിന്യൂസിൽ എന്താണ് ആർ എടുക്കുന്നത്. അതുപോലെ ഞാൻ പ്രസന്റ് സിമ്പിൾ പറഞ്ഞിട്ട് ഡു ചേർന്ന വെർബ് എടുക്കുകയാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ ഈ സ്ട്രക്ചർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഇവിടെ പറയുകയാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ യൂസേജ് ഒന്ന് പറഞ്ഞതാണ്. പൊതുവിൽ നമ്മൾ പറയുന്നത് നമ്മളെ കൺമുന്നിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ട്രെയിൻ ഈസ് ഗോയിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് റെയിനിങ്. കുട്ടികൾ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കൺമുന്നിൽ കുട്ടികൾ കുളത്തിൽ ഇങ്ങനെ നീന്തുമ്പോൾ നമ്മൾ പറയും ചിൽഡ്രൻ ആർ സ്വിമ്മിങ് ഇൻ ദ പാട്ട്. കാക്ക പറന്നുകൊണ്ടിരിക്കുകയാണ്, ക്രോ ഈസ് ഫ്ലൈങ്. പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുകയാണ്, ബേർഡ്സ് ആർ ഫ്ലൈങ്. അവൻ കാർ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്, ഹി ഈസ് ഡ്രൈവിംഗ് കാർ. ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ. അപ്പോൾ നമ്മളെ കൺമുന്നിൽ നടക്കുന്ന ക്രിയകളെ കാണിക്കാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ ഒരു യൂസേജ് ഉള്ളത്. ഏറ്റവും മെയിനായിട്ട് യൂസേജ് അതാണ്. നമ്മളെ കൺമുന്നിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. രണ്ടാമത് യൂസേജ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണ്, ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ബസ്സിലായിരിക്കും ആ സമയത്ത് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നമ്മൾ മുന്നേ അറിഞ്ഞ ആൾക്കാർ നമ്മളെ പിന്നീട് കണ്ടിട്ട് നമ്മൾ ബസ് യാത്രയില്ല. അപ്പോൾ അയാൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഞാൻ ബസ്സിൽ യാത്ര ഇരുന്നുകൊണ്ട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാലം ശേഷം നമ്മളെ പഠിച്ച അധ്യാപകന്മാർ ചോദിക്കുക, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പ്രൊഫഷനിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ പറയുന്ന സമയത്ത് അയാൾ ജോലി ചെയ്യുന്നില്ല, പക്ഷേ അത് അയാളുടെ ജീവിത വൃത്തിയുടെ ഭാഗമായിട്ടൊരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ പറയും, ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാനൊരു LD ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അല്ലെങ്കിൽ ഞാനിങ്ങനെ ദുബായിൽ ഒരു കമ്പനിയിൽ എന്താണ് എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടും ആവട്ടെ, ഈ ഉത്തരം കൊടുക്കുന്നത് നമ്മൾ പ്രസന്റ് കണ്ടീഷനാണ്. ഇപ്പോൾ ഒരു വെൽഡിംഗ് ക്ലർക്കായി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് പറയും? ഐ ആം വർക്കിംഗ് ആസ് എൻ വെൽഡിംഗ് ക്ലർക്ക്. ഗൾഫിലൊരു കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് പറയും? ഐ ആം വർക്കിംഗ് ആസ് എൻ എഞ്ചിനീയറിംഗ് UAE ദുബായ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മളെ പ്രൊഫഷനായിട്ട് നമ്മുടെ ജീവിത വൃത്തിയായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിലാണ് കൊടുക്കുന്നത്, ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ ആ പ്രസന്റ് ഓഫ് ടൈമിൽ, അതായത് പ്രസന്റിന്റെ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ആ ക്രിയ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ പ്രൊഫഷനാണത്, നമ്മുടെ ജീവിത വൃത്തിയുടെ ഭാഗമാണ്. ഇത്തരം കേസുകളിലെല്ലാം നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗം. അപ്പോൾ എന്താണ് നമ്മളെ പൊതുവിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളെ പ്രവൃത്തി എന്താണ്. ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മളെ ഈ സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ UP സ്കൂളുകളിൽ നിന്നോ പഠിപ്പിച്ചൊരു അധ്യാപകരായിട്ട് നമ്മളത് ചോദിക്കുകയാണ്, നീ ഇപ്പം എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ വർക്കിന് പോകുക ആണെങ്കിൽ ആൾ പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യാണ്, അല്ല PGക്കോണോ അല്ലെങ്കിൽ BEdനോ എന്തെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ BSc കോച്ചിങ്ങിനോ എന്തെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഉത്തരം ഐ ആം സ്റ്റഡിങ് ഫോർ PG, ഐ ആം സ്റ്റഡിങ് ഫോർ BEd എന്ന് വെച്ചാൽ ബസ് നമ്മൾ ക്രിയ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം കേസുകൾ നമ്മൾ പോയിന്റ് ഓഫ് ടൈമിൽ നടക്കാത്ത കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഫഷന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നത്, നമ്മളെ കോഴ്സ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. പ്രധാനപ്പെട്ട 2 യൂസേജുകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പോയിന്റ് ഓഫ് ടൈമിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ നമ്മളെ പ്രൊഫഷനായി നിൽക്കുന്ന, നമ്മുടെ ജീവിത വൃത്തിയായി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ പഠിക്കുന്ന കോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് നമ്മൾ അതിന്റെ ഭാഗമല്ലെങ്കിലും നമ്മൾ പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുകളിലാണ്.